ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അല്ലാണ്ടപ്പോൾ എന്ത് ചെയ്യാനാണ്, രാവിലെ സ്കൂളിൽ പോകണു, വൈകിട്ട് വീട്ടിൽ വരുന്നു. അപ്പോഴേക്കും ഏകദേശം പണികളൊക്കെ തീർത്തിട്ടാണ് പോവാറ്. പിന്നെ വൈകിട്ട് വന്നാലൊന്നും പ്രത്യേകിച്ച് കാണിക്കാറില്ലല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ അതിന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് മുഴുവനായുമില്ല, ഞാൻ സ്കൂളിൽ പോകുന്നത് വരെയുള്ള കുറച്ച് വീഡിയോസ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം കുറച്ച് മാന്തളും മത്തിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കുറച്ച് മത്തി വെച്ച് നല്ല നാടൻ മുളക് കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഇവിടെയൊക്കെ പറയുക സി അപ്പം എന്നാണ് കേട്ടോ, അങ്ങനെ എന്തോന്നാണ് പറയുക. അപ്പോൾ ആ അപ്പമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം കറിവേപ്പിലക്ക് ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തിളിർക്കും, അതുപോലെ നന്നായിട്ട് വളരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും മീൻ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിക്കാറുണ്ട്. പിന്നെ ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മീനിൻ്റെ ആ ചട്ടി, അത് നമ്മൾ മീൻ നന്നാക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇടയ്ക്ക് നീ എൻ്റെ ചട്ടികൾ തിരഞ്ഞെടുത്ത് കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് യൂസ് ആക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു നാടൻ മീൻ കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ വലിയ ഉള്ളി ഇട്ടിട്ടല്ല കേട്ടോ മീൻ കറി വെക്കുക, ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ടാണ് മീൻ കറി വെക്കാറ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മസാല ഞാൻ ഒരു ബൗളിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അതെനിക്ക് രാവിലെ എത്രയും അരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് രാവിലെ എളുപ്പമാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. സൗണ്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ചിലവർ ചോദിക്കുന്നുണ്ടായിരുന്നു സൗണ്ട് ക്ലിയർ ആയോ എന്നുള്ളത്. സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാടൻ പുളി, കുടംപുളി ഒന്നല്ല. ഇത് നമ്മളുടെ മത്തിക്കറി നല്ല മാങ്ങ സീസണാണല്ലോ, മാങ്ങ ഇട്ടിട്ട് വെക്കാറുണ്ട്. പക്ഷെ ഞാനിന്ന് പുളി ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. എനിക്കാണെങ്കിൽ നല്ല എരിവും പുളിയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം എരിവും പുളിയും ഇടലുണ്ട്. ഇവിടെ മോൻക്കും അതുപോലെ തന്നെ ഞാൻ അവർക്ക് അങ്ങനെ കൊടുത്തോണ്ട് അവർക്കും പിന്നെ എരിവും പുളിയൊന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ, അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ. ഇനി മോൾക്കുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ കിയാറ് ഞാനൊന്നും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഐഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐഷ വിളിച്ചാൽ പിന്നെ രാവിലെ അവളുടെ ടൈമാണ് കേട്ടോ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. അപ്പോഴേക്കും എൻ്റെ പാലൊക്കെ തിളച്ച് അതായത് ചായക്ക് വെച്ചിട്ടുള്ള വെള്ളമായിരുന്നു, പാലായിരുന്നു, അതൊക്കെ തിളച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ വിളിച്ചാൽ പിന്നെ വെക്കയിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവൾ വിളിച്ചാൽ എൻ്റെ പണികൾ അങ്ങനെ എടുക്കും കേട്ടോ. പിന്നെ ഞാൻ സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും പയറും ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അത് ഇന്ന് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചാൽ ക്ലീൻ ചെയ്യാണ്. അതിനിടയ്ക്ക് കാക്കും വിളിക്കും കേട്ടോ. അപ്പോൾ കാക്കുവിൻ്റെ ഫോണ് നമ്മളെ ജനൽ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ കിച്ചണിലെ വർക്ക് കൊടുക്കും കേട്ടോ. കാക്കും കുഞ്ഞോളൊക്കെ വിളിക്കുമ്പോഴത്തേന് ഞാൻ ഫുള്ള് അടിക്കലും തുടക്കലും കഴിഞ്ഞ് കിച്ചൺ വരെ എത്തുന്ന പിന്നെ ഫോൺ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് സംസാരിക്കുകയും ചെയ്യാം, നമ്മളെ ജോലി എടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ നല്ല നാടൻ പയറിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ചു. അതിനിടയ്ക്ക് മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് ഞാൻ ചായ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴും പയറൊക്കെ തൂമിച്ചിട്ടാണ് വെക്കാറ്. ഇപ്പോൾ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ഇനി ടൈമില്ല, അപ്പോൾ ഞാൻ വേഗം കുക്കറിലോട്ട് മാറ്റി കൊടുത്തു. എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല കുടഞ്ഞ് ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ഉപ്പേരിക്കുള്ള സാധനങ്ങൾ ഞാൻ തലേ ദിവസം കട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ക്യാരറ്റ് ആണെങ്കിൽ, പയറാണെങ്കിൽ, കേബേജൊക്കെ ഞാൻ തലേ ദിവസം കട്ട് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ലീനു മദ്രസ വിട്ട് വന്ന അവൾക്കൊരു വാശിയാണ് കേട്ടോ. ഓരോന്ന് പറഞ്ഞ് വാശി എടുക്കും. അവൾക്ക് ഡെയിലി ദോശ വേണം. അപ്പോൾ ഞാനന്ന് ഈ സി അപ്പാണ് പറയുമ്പോൾ അതിന് തെറ്റിപ്പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവൾ ദോശ കിട്ടുന്നവരെ ഇവിടെ ഉമ്മാൻ്റെ അടുത്തോ അല്ലെങ്കിൽ
ഇളയിച്ചിൻ്റെ അടുത്ത് അങ്ങനെ ആരുടെയും പോയി ദോശ മേടിച്ചിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മളുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പയറും ക്യാരറ്റും ഉപ്പേരി അതുപോലെ തന്നെ കുറച്ച് മാങ്ങച്ചാറും കേട്ടോ. പിന്നെ ഞാൻ ലിനുവിന് മീൻ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു, അതിൽ ബാലൻസ് ഒരു പീസ് ഉണ്ടായിരുന്നു, ഞാൻ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ടിഫിൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മോളുടെ അവൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് മുൻപ് സ്കൂൾക്ക് ചിക്കനോ ബീഫോ അല്ലെങ്കിൽ ഫിഷ് എന്തെങ്കിലും വേണമെന്നുള്ളത്. കാരണം അതുണ്ടെങ്കിൽ കേട്ടോ അവൾ കഴിക്കുള്ളൂ. ചില സ്കൂളിൽ കൊണ്ടുപോകാൻ പാടില്ല, ഇവളിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവളുടെ കൈയൊന്ന് സ്മെൽ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വല്ല സ്പ്രേ കൈ പിടിക്കുക, ചെറിയ ബോട്ടിൽ സ്പ്രേ ഒക്കെ കൈ പിടിക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞുള്ള എൻ്റെ അടുത്ത ടാസ്ക്കാണ് ഇത്. വെരി ഡിഫിക്കൽട്ടാണ് കേട്ടോ ഇവളെ പുറപ്പെടുവിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ എന്ത് കാണിച്ചാലും അവൾ ഒതുങ്ങി നിൽക്കുകയില്ല. അതായത് വട്ടിയെടുത്ത് പിന്നെ പേടിപ്പിക്കേണ്ടി വരും, ഒതുങ്ങി നിൽക്കില്ല കേട്ടോ. അപ്പോൾ മുടി പിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ടൈമിൽ വിളിച്ചിട്ടാണ് അവളൊന്ന് മിററിൻ്റെ അടുത്ത് വന്നത്. പിന്നെ അവിടെ നിന്നിട്ടുള്ള കോപ്രായങ്ങളുണ്ട് കേട്ടോ, ചിരിയും കൊണ്ടും. അതുപോലെ ഞാൻ അവളുടെ മുടി പിൻ ചെയ്യുമ്പോൾ തല ഷെയ്ക്കും. അപ്പോഴൊക്കെ നമ്മൾ പിൻ ചെയ്യുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അവളെ ഒരുവിധം പറഞ്ഞ് പിടിച്ച് നേരെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം മുടിയൊക്കെ പിൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അവൾക്ക് നമ്മുടെ റിബൺ ഞാൻ ഒരുപാട് റൗണ്ട് റിബൺ മേടിച്ച് വെക്കാറുണ്ട്. കാരണം റിബണ് സ്കൂളിൽ പോയി വരുമ്പോഴേക്കും ആകെ ചെളിയായിട്ടുണ്ടാവും. പിന്നെ അത് അലക്കുമ്പത്തിന് നെക്സ്റ്റ് എടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂൾക്ക് 2 ഭാഗവും പിൻ ചെയ്ത് വൈറ്റ് റിബണ് കെട്ടിയിട്ട് വേണം കേട്ടോ സ്കൂളിൽ മക്കളെ വിടാൻ. അങ്ങനെ അവളുടെ മുടിയിലുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈറ്റ് മാല അതുപോലെ ബാങ്കിള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അവൾക്ക് യൂസ് ചെയ്യാറ് ജാസ്മിൻ്റെ ഓയിലാണ് കേട്ടോ. രാവിലെ മദ്രസ ഉള്ളതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ മുടി നനച്ച് മദ്രസയിൽ പോവാറുള്ളൂ. അപ്പോൾ ഞാൻ വൈകുന്നേരം നന്നായിട്ട് കുളിപ്പിക്കലാണ്. പിന്നെ രാവിലെ ഒന്ന് മേക്കപ്പ് കൊടുക്കും. അപ്പോൾ ഞാൻ അധികവും ജാസ്മിൻ്റെ ഓയിലാണ് കേട്ടോ, പാരച്യൂട്ടിൻ്റെ ജാസ്മിൻ്റെ ഓയിലാണ് അവൾക്ക് യൂസ് ചെയ്യാറ്. പിന്നെ ഒരു പോൺസിലും ബേബി ക്രീമൊക്കെ വെച്ച് കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവൾക്ക് കണ്ണിൻ്റെ മുകളിൽ ഐലൈനർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സ്കൂളിൽ പോകുന്ന ടൈമിൽ 9 മണിയാവുമ്പോഴേക്കും ഇവളെയും പുറപ്പെടുവിക്കണം കേട്ടോ. അപ്പോൾ അതാണ് അവളുടെ ഫൈനൽ ലുക്ക്. അവളെല്ലാം കഴിഞ്ഞു, ഇനി സോക്സും ഷൂസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.